തിയേറ്ററിൽ എത്തിയിട്ടുള്ള വൈശാഖ് പൃഥ്വിരാജ് ചിത്രം ഖലീഫ തിയേറ്ററിൽ വലിയ മാസ് ഓളം സൃഷ്ടിച്ചു എന്ന് വിശദമായിട്ടൊന്ന് നമുക്ക് പരിശോധിക്കാം. കള്ളക്കടത്തും കുടുംബ ബന്ധങ്ങളും പ്രതികാരവും പ്രമേയമാക്കിയിട്ടുള്ള ഒരു പക്ക മാസ് ആക്ഷൻ ഡ്രാമ ഖലീഫ അമീർ അലി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത്. ഒരു സാധാരണക്കാരിൽ നിന്നും അയാൾ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ ഒരു കിങ് പിൻ ആകുന്നത് എങ്ങനെയാണെന്നും തുടർന്ന് നേരിടുന്ന വൈകാരികമായ പ്രതിസന്ധികളുമാണ് ചിത്രം പറയാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അൻവർ അല്ലെങ്കിൽ മോഡേൺ ചെറുപ്പം ഫിറ്റായിട്ടുള്ള ലുക്കിൽ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കിടിലം എന്ന് വെച്ചാൽ കിടിലം. എനിക്ക് തോന്നുന്നു ബ്രോ ഡാഡിക്ക് ശേഷം ഏറ്റവും കിടിലമായിട്ടും സ്റ്റൈലിഷായിട്ടും പൃഥ്വിരാജിനെ കാണിച്ചിട്ടുള്ള ഒരു സിനിമ ഈ ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. കിടിലം എന്ന് വെച്ചാൽ കിടിലം. സ്വാഗും സ്റ്റൈലും ബോഡി ഫിറ്റും ചെറുപ്പം കൊച്ചു പയ്യൻ സ്റ്റൈലായിട്ട് തന്നെ പൃഥ്വിരാജിനെ അവതരിപ്പിക്കാൻ വൈശാഖ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കീട്ടിലും വെച്ചാൽ കീട്ടിലും സാധനം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജോമാൻ ടി ജോണിൻ്റെ വിഷ്വലുകൾ, അതിൻ്റെ തന്നെ ലൈറ്റും, പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിൻ്റെ ആ ഒരു കുറേ സാധനങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീജിയം, ഓരോ മാസ് എലിവേഷനും ജാക്ക് ബിജോയുടെ ബീജിയം ഉണ്ടല്ലോ, കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല സാധനം. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കേസിൽ പറയേണ്ടത് ചമൻ ചാക്കോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്രത്തിൻ്റെ ആ ഒരു ഫാസ്റ്റിംഗ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പോരായ്മയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു നോൺ ലിയോൺ കട്ടുകൾ പല ഭൂതകാലത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചമൻ ചാക്കോയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പല സാധനങ്ങളും ഇതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കൺഫ്യൂസ് ആക്കുന്നുണ്ട് ചമൻ ചാക്കോ. അതോടൊപ്പം തന്നെ ഒരുപാട് സ്ലോ മോഷൻസ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ ചമൻ ചാക്കോയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് 2.25 മണിക്കൂറോളം ദൈർഘ്യമുണ്ട്. ചമൻ ചാക്കോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്ലോ മോഷൻസ് ഒക്കെ കുറെ കട്ട് ചെയ്ത് സിനിമ ചെറുതാക്കാമായിരുന്നു എന്നുള്ള ആ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില സീനുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്, പക്ഷേ ചമൻ ചാക്കോ എന്തോ ഇതിൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു വർഷങ്ങളൊക്കെ തമ്മിൽ എന്തോ കൺഫ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പല സീനുകളും നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്ടെന്ന് കട്ടുകൾ മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ, എൽ എഫക്റ്റ്, അവസാനത്തെ ഒരു ലാസ്റ്റ് 20-50 മിനിറ്റ് ആ ഒരു ഇതൊക്കെ ഗംഭീരമാണ്. എങ്കിൽ പോലും ആവശ്യമില്ലാതെ കുറേ ഡയലോഗുകളൊക്കെ സംസാരിച്ച് ഹിന്ദിയിലൊക്കെ സംസാരിച്ച് ക്രിഞ്ചടിപ്പിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജനുവി എന്തോ ജിനു വി എബ്രഹാം അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് എൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ 80-90കളിലൊക്കെ കണ്ട ആ ഒരു പ്ലോട്ടാണ്. അതാണ് പ്രശ്നം. പ്ലോട്ട് ദുർബലമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ ഇമോഷൻ കണക്റ്റ് ഇല്ല എന്നുള്ളതാണ്. കഥാപാത്രങ്ങളോട് വൈകാരികമായിട്ട് അടുക്കാൻ നമുക്ക് ഒരു ഡ്രാമാറ്റിക് സീനുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടുകൾ പരസ്പരം കണക്റ്റ് ആകുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാതെ പോയി എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പല വില്ലന്മാരും, അതോടൊപ്പം തന്നെ ഷമ്മി തിലകനും മകനും അങ്ങനെയുള്ള കുറേ ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ മണ്ടന്മാരാണോ അതോ ഇവന്മാർ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് വില്ലന്മാരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വില്ലന്മാർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇമോഷൻസ് ഇല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാതെ കുറേ പൊളിറ്റിക്സ് ഒക്കെ കയറ്റി സിനിമയെ കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ ആണെങ്കിൽ ഈ സിനിമയിൽ ഡയലോഗ് കുറവ്, അതുകൊണ്ട് മസിൽ പിടുത്തം കുറവായിരുന്നു എന്നുള്ള ഒരു വലിയൊരു പോസിറ്റീവ് എനിക്ക് തോന്നി. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു പഴയ നടിയെ കാണാൻ സാധിച്ചു. പേര് മറന്നുപോയി പെട്ടെന്ന്. കാരണം സിനിമയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പേര് മറന്നുപോയി. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിരുന്നു. പിന്നെ നായികയ്ക്ക് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതും മറ്റൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ചുരുക്കി പറഞ്ഞാൽ സ്റ്റൈൽ വിത്തൗട്ട് സബ്സ്റ്റാൻസ്, അതായത് കഥയിൽ വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള മികച്ച
വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഗംഭീരമായാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഖലീഫ. കഥയിലെ വലിയ യുക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒക്കെ നോക്കാതെ ഓണക്കാലത്ത് നല്ലൊരു കുടുംബമായിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ സിനിമ എന്നുള്ള നിലയ്ക്ക് ഖലീഫ ആഹ്, പോയി ഒരു പ്രാവശ്യം കാണാവുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.